മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹീതമായ ഈ TV പ്രോഗ്രാമിലേക്ക് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ തിരുവചനങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ജീവിതത്തിൽ അനുഭവിക്കപ്പെട്ട ദൈവിക വിടുതലുകളും നിമിത്തമായി അനേക പ്രിയപ്പെട്ടവർ ഞങ്ങളെ ഫോണിലൂടെ ബന്ധപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത സാഹചര്യം ഞങ്ങൾ ഓർക്കുന്നു. അങ്ങനെ ഞങ്ങളെ ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളെ പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനാ തലങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പസമയം നമുക്ക് ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഞാൻ ക്ഷണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13-ാമത്തെ വേദവചനം ഇപ്പോൾ നമ്മൾ വായിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. പ്രിയ ദൈവജനമേ, നമ്മളിന്ന് കേൾക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നാണ് നമുക്ക് കേട്ടത്. യേശു കർത്താവ് ലോകത്തിലായിരിക്കുമ്പോൾ പറയപ്പെട്ട ധാരാളം കാര്യങ്ങളിൽ ചിലത് ഈ വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോടുള്ള ബന്ധത്തിൽ, നമ്മോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ തലത്തിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതെല്ലാം നമ്മോട് പറയുകയാണ്. യേശുവും ഒരിക്കൽ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പം ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്നത് പോലെ നമ്മെ നോക്കി കർത്താവ് പറഞ്ഞതാണ്, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ നമ്മൾ ആ നിലയിൽ പ്രകാശപൂരിതമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെക്കൊണ്ട് സാധിക്കും. ഈ ലോക ജീവിതം നമ്മൾ നയിക്കുമ്പോൾ ഇരുട്ടിൻ്റെ ശക്തികളാണ് നമ്മളെ എതിർപ്പെടുന്നത്. അത് പിശാചാണ്. പിശാചിൻ്റെ ശക്തി ഇരുട്ടെന്ന നിലയിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ നാം ചിന്തിച്ചു നോക്കിക്കേ, ഞാൻ ചെല്ലുന്ന ഇടങ്ങളിൽ വെളിച്ചം പരത്തിക്കൊണ്ടേയിരിക്കും. അക്ഷരികമായി നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ കയ്യിൽ ഒരു പ്രകാശമുണ്ടെങ്കിൽ ആ പ്രകാശവുമായി നമ്മൾ എവിടെ സഞ്ചരിച്ചാലും ആ പ്രകാശം നിലനിൽക്കുന്നിടത്തോളം ആ സമീപ ഭാഗങ്ങളെല്ലാം പ്രകാശിച്ചു കൊണ്ടിരിക്കും. ഇരുട്ട് ആ ഭാഗങ്ങളിൽ നിന്ന് തന്നെ മാറിപ്പോയിക്കൊണ്ടിരിക്കും. ഇരുട്ടിനെ നമ്മൾ എത്ര നോക്കിയാലും വെളിച്ചത്ത് കാണില്ല. അപ്പം അങ്ങനെയെങ്കിൽ നാം പാർക്കുന്ന നമ്മുടെ ദേശം ഇരുട്ടാണെങ്കിലും വചനം പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അപ്പം നാമാകുന്ന ആ വെളിച്ചം, ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മിലൂടെ പ്രകാശിക്കുമ്പോൾ ഒരു ദേശം വെളിച്ചമായി മാറുന്നത് പോലെ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വചനം ഒരനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ഭവനത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകുവാൻ അതൊരു മുഖാന്തരമാകും. നിങ്ങളുടെ ഭവന ജീവിതത്തിൽ ഇരുട്ടുകളുടെ അന്ധകാര ശക്തികളുടെ പാരമ്പര്യ ശക്തികളുടെ ഇതെല്ലാം ഇരുട്ടിനെയാണ് കുറിക്കുന്നത്. പക്ഷെ ഞാൻ വെളിച്ചമായിരിക്കുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് ഒരു ഇരുട്ടും വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശു പറഞ്ഞ നിങ്ങൾ ആരാകുന്നു എന്നുള്ള ചില വിഷയത്തോടനുബന്ധിച്ചാണ് ഞാനത് പറഞ്ഞത്. അപ്പം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ദൈവമക്കൾ ഈ ഭൂമിയിൽ ഇല്ലാതിരുന്നാൽ ഈ ലോകം അന്ധകാരപൂരിതമാകും. ഇപ്പോൾ നാം ഇവിടെ ഇരിക്കുന്നിടത്തോളം, നാം ഇവിടെ നിൽക്കുന്നിടത്തോളം ഈ ലോകത്തിന് അതിൻ്റെതായ സത്യ വെളിച്ചമുണ്ടായിരിക്കും. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് യോഹന്നാനിൽ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അത് സാക്ഷാൽ ഇനി നമുക്ക് 2000 ചില്ലുവാനം വർഷങ്ങൾക്ക് പുറകിലായി ഒന്ന് ശ്രദ്ധിച്ചാൽ ഏതു മനുഷ്യനെയും പ്രകാശിക്കുന്ന ആ സത്യ വെളിച്ചം ക്രിസ്തു എന്ന നിലയിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അത് പൊരുളായ ഒരു സത്യമായി കാണുകയാണ്. എന്നാൽ ആ സത്യം ഏതാനും വർഷങ്ങൾ മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യേശു എന്ന ക്രിസ്തുവിന്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് കേവലം 33 വയസ്സേ ഉള്ളൂ എന്നാരും ധരിക്കരുത്. പിതാവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലായിരുന്ന ദൈവം മനുഷ്യനായി അവതരിച്ചു ഭൂമിയിലേക്ക് വന്ന് ആ മനുഷ്യാവതാരത്തിൽ 33 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞത്, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഇങ്ങനെ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നെങ്കിൽ, പൊരുളായ സത്യമായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ജനങ്ങൾക്ക് അവനെ കാണുകയും തൻ്റെ മരണത്തിൽ ആമേൻ നമുക്ക് പ്രകാശം ആമേൻ ഉദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ ആ ഭാഗത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് വരുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രകാശമുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. വീണ്ടും നമ്മൾ പഠിച്ചാൽ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നിരവധി കാര്യങ്ങളാണ് ആ ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെങ്കിൽ ഉപ്പിനെ പറ്റി വചനം പറയുന്നത് എന്താണ്? നിങ്ങളുടെ വാക്കുകൾ പോലും നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. നിങ്ങളുടെ വാക്കുകൾ ഉവ്വൊന്നും ഇല്ല എന്നും നമ്മൾ പറയുന്നത് പോലെ മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഉപ്പിനാൽ രുചി വരുത്തത്തക്ക നിലയിലുള്ള വാക്കുകളായിരിക്കണം ഒരു ദൈവ പൈതലിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടേണ്ടതിന്. അപ്പോൾ ഉപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, രുചി വരുത്തുന്ന ഒന്നാണ് ഉപ്പ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഈ ഉപ്പ് വലിയ പ്രശ്നക്കാരൻ തന്നെയാണ്. ഒരു ഭാഗത്ത് ഈ ഉപ്പ് വലിയ പ്രശ്നമുണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ തന്നെ ഈ ഉപ്പ് നമുക്കൊരനുഗ്രഹം കൂടിയാണ്. നമുക്കറിയാം ഇത് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം ഇന്ന് നമ്മൾ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാഹചര്യം പല മേഖലകളിലുമുണ്ട്. പോകട്ടെ, ഞാൻ എൻ്റെ നിർമ്മാണത്തെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രുചി വരുത്തുന്ന ഒന്നായി നമ്മൾ ഉപ്പിനെ മനസ്സിലാക്കിയാൽ, അതാണ് ഞാൻ മുൻപ് ഓർമ്മിപ്പിച്ചത്, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ ഒന്ന് തിരിച്ചറിഞ്ഞു നോക്കി, മറ്റുള്ളവർക്ക് ഗുണകരമായ നിലയിൽ, രുചി വരത്തക്ക നിലയിൽ, ഇമ്പകരമായ നിലയിൽ നമ്മളുടെ നാവിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നുണ്ടോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആത്മീകൻ തന്നെ വാക്കുകൊണ്ട് വെട്ടിക്കളയുകയാണ്, കുത്തിക്കളയുകയാണ്. ആമേൻ. എന്ത് നല്ലത് പറയേണ്ട സ്ഥാനത്ത് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്ന അഭിഷിക്തന്മാർക്കെതിരെ പോലും ഇന്ന് തൊടുത്തുവിടുന്ന ശരങ്ങൾ വാക്കിൻ്റെ ശരങ്ങളാണ്.
ആ വാക്കുകൾ ആമേൻ കടന്നു വന്നിട്ട് എന്ത് ചെയ്തു? മനുഷ്യ മനസ്സുകളെ മുറിവേൽപ്പിച്ച് ആത്മീക ശുശ്രൂഷയുടെ ഉന്നതികളിൽ വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ ഉന്നതികളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരെ പോലും ആമേൻ അതായത് നിശേഷം എന്ന് പറയാം, അവരെ ഒതുക്കിക്കളയുവാൻ, അവരുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കുവാൻ, അവരുടെ ശക്തിയെ ഇല്ലാതാക്കുവാൻ, ഊർജത്തെ ആമേൻ നിഷ്ക്രിയമാക്കുവാൻ പിശാചു തൊടുത്തുവിടുന്ന വാക്കുകൾ, ആമേൻ ഈ കയ്പിൻ്റെ വാക്കുകളോ വേദനയുടെ വാക്കുകളോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുകയോ, ആമേൻ ശുശ്രൂഷയ്ക്കെതിരെ ആമേൻ എന്ത് ചെയ്തു? ആമേൻ ഹിതമല്ലാത്തത് പറഞ്ഞ് പേരുദോഷമുണ്ടാക്കുന്ന നിരവധി വിഷയങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു സാധാരണ ദൈവദാസനെതിരെ വലിയ വാക്കുകളൊന്നും പറയാറില്ല, പക്ഷേ ദൈവത്തിനു വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്നു, ദൈവത്താൽ ഉപകരിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുന്ന നിരവധി അഭിഷിക്തന്മാർക്കെതിരെയും ദൈവമക്കൾക്കെതിരെയും അനാവശ്യമായി ഉച്ചരിക്കപ്പെടുന്ന നിരവധി വാക്കുകളുണ്ട്. അവിടെ ഞാനിപ്പോൾ പറയുന്നത് ആത്മികരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. നിങ്ങളുടെ നാവിൽ നിന്നൊരിക്കലും അനാത്മിക വാക്കുകൾ ഒരാത്മികൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരത്തക്കവണ്ണമുള്ള വാക്കുകളായിരിക്കണമെന്ന് വിശുദ്ധ വചനം പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെട്ടത് എങ്ങനെയുള്ള വാക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞു നോക്കിക്കൂ. ഞാൻ ആ ഭാഗം വിട്ടടുത്ത ലെവലിലേക്ക് വരുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഉപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രുചിക്കൂട്ടുണ്ടാക്കുന്ന, രുചിയുണ്ടാക്കുന്ന, രുചി വരുത്തുന്ന ഒന്നാണ് ഉപ്പ്. നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ കൃത്യമായ അളവിൽ അതിനെ ചേർക്കുന്നില്ല എങ്കിൽ അതും പ്രശ്നമാണ്. രുചിക്ക് പകരം അരുചിയായിട്ടത് മാറും, അത് കയ്പായി മാറും. എന്നാൽ പല ഭവനങ്ങളിലും ഇന്ന് സംഭവിക്കുന്നത് ആ ഉപ്പിൻ്റെ പ്രത്യേകത കൂടിയാൽ പ്രശ്നമാണ്. നമുക്കറിയാം, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിപരമായ തലത്തിൽ ഞാൻ ചോദിക്കട്ടെ, പ്രഷർ കൂടിയ ആളുകൾ ഇന്ന് ധാരാളം നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലേ? അതിനേറ്റവും പറയപ്പെടുന്ന ഒരു കാര്യം ഉപ്പാണ്. അത് ഡോക്ടേഴ്സ് പറയും, മറ്റുള്ളവർ പറയും ഉപ്പ് കുറയ്ക്കണം. അത് കൂടുമ്പോൾ അതിൻ്റെ ലെവല് വളരെയധികം വർദ്ധിക്കുകയും അതിനാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ മരണത്തിലേക്ക് വരെ കലാശിക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് കൂടിപ്പോയാൽ ദോഷകരമായ ഒരു ലെവലിലേക്ക് ഉപ്പിൻ്റെ അവസ്ഥ മാറുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഉപ്പ് കൂടിയാൽ പ്രശ്നം, അത് കുറഞ്ഞാലോ അതുപോലെ തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഉപ്പ് കുറയാനും പാടില്ല, കൂടാനും പാടില്ല. പാകത്തിനുള്ള ഒരു മനുഷ്യന് അവൻ്റെ സ്ഥിതിക്ക് അനുസരണമായ ആ ഉപ്പ് പാകം ചെയ്തെടുത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അത് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന തലമാണ്. പോകട്ടെ, ഞാൻ ആ ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ഉപ്പിനെക്കുറിച്ച് 1-2 വാക്കുകൾ ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന്, ഉപ്പ് നല്ലത് തന്നെ എന്നാണ് വിശുദ്ധ വചനവും പറയുന്നത്. അപ്പോൾ ഈ ഉപ്പിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ കണ്ടത്. ഒന്ന്, അത് രുചി വരുത്തുന്നതാണെങ്കിൽ, രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? കേടുകൂടാതെ ദീർഘനാളുകൾ ഈ ഉപ്പ് വസ്തുക്കളെ, ചില നമുക്കറിയാവുന്ന സംഭവങ്ങളാണ് അല്ലേ, ചിലതിന് കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഈ ഉപ്പിന് കഴിയുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉപ്പ് നല്ലത് തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല കാര്യത്തിനു വേണ്ടി നമ്മളത് ഉപയോഗിക്കുന്നിടത്തോളം ആമേൻ നമുക്കതൊരു അനുഗ്രഹമായിട്ട് തന്നെ അത് മാറും. ഞാൻ ഉപ്പിനെക്കുറിച്ചാണ് ഈ 2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചത്. മറ്റൊരു ഭാഗത്ത് പറയുന്നു, തീയാൽ എല്ലാവരും ഉപ്പിടപ്പെടും എന്നൊരു വചനവും വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് അവസാനം വരുന്നൊരു കാലഘട്ടത്തിലേക്കുള്ള സംഭവമാണെങ്കിലും ഞാൻ അവിടേക്ക് ഇപ്പോൾ ഇറങ്ങുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് മാത്രം എടുക്കാം.
ഒന്ന് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ഒരു ലെവലിലേക്കാണോ നമ്മൾ ജീവിക്കുന്നത്? യേശു നമ്മെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നിടത്തോളം നിൽക്കുന്നിടത്തോളം ഈ ഭൂമിക്ക് യാതൊരു കേടുപാടും ഉണ്ടാകാതെ ഇതിനെ സൂക്ഷിക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. ഒരു കാലഘട്ടത്ത് ഭൂമി വെള്ളം കൊണ്ട് നശിപ്പിച്ചെങ്കിൽ അടുത്തൊരു കാര്യം പറയുന്നു, ഇനി ഞാൻ വെള്ളത്താൽ ഭൂമിയെ നശിപ്പിക്കത്തില്ല, അത് മറ്റൊരു തലത്തിൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരു ഭാഗം പറയുന്നത്. അതിൻ്റെ ഒരു ശുദ്ധീകരണമാണത് കാണിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തെ ഞാൻ വിടുകയാണ്. അപ്പം നാം ഇവിടെ ഇരിക്കുന്നിടത്തോളം, ദൈവ മക്കൾ ഇവിടെ വസിക്കുന്നിടത്തോളം ഈ ഭൂമി അനുഗ്രഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, സുരക്ഷിതമായിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നാം പോയി കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ ശബ്ദം കേട്ടാൽ, ആമേൻ, കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരും ഈ ഭൂപ്പരപ്പിൽ നിന്ന് ആമേൻ നാം പ്രിയം വെച്ച മേഖലകളിലേക്ക് കടന്നു പോകുമ്പോൾ അടുത്തത് ഈ ഭൂമിയിൽ ഉണ്ടാകുന്നത് അതികഠിനമായ തലങ്ങളായിരിക്കും, വേദനകളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, യാതനകളായിരിക്കാം, പലതും സംഭവിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. ഞാനിപ്പോൾ ആ വിഷയമല്ലാത്തത് കൊണ്ട് കിടക്കുന്നില്ല. എന്നാൽ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പം നാം നിമിത്തം ഒത്തിരി ഗുണഗണങ്ങളെ നമ്മിലൂടെ പുറപ്പെടുവിക്കുവാനാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വേദവാക്യത്തിലേക്ക് വരുമ്പോൾ, അതിനു അവൻ ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പ് ഇടുവിൻ എന്ന് പറഞ്ഞ് അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പ് ഇട്ട്. ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് യേശു പറയുമ്പോൾ, എരിഹോവെന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ എലിശ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ എലിശ എന്ന വ്യക്തിയെ നോക്കി അവർ പറയുന്ന ഒരു കാര്യം, യജമാനനെ, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരമാണ്. യജമാനൻ്റെ കാഴ്ചയിലും ഞങ്ങളുടെ കാഴ്ചയിലും ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരമായ ഇരിപ്പും കാഴ്ചയുമാണുള്ളത്. എന്നാൽ അതിൻ്റെ പിൻപിലൊരു തകർച്ചയുണ്ട്, അതിൻ്റെ പിൻപിലൊരു രഹസ്യമുണ്ട്, അതാർക്കും അറിയുന്നില്ല. ആ പട്ടണത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശാപത്തിൻ്റെ ഉറവയുണ്ട്. ആ ശാപത്തിൻ്റെ ഉറവയിൽ നിന്ന് ധാരാളം ആളുകൾ വെള്ളം കുടിക്കുന്നുണ്ട്. വേറെ നല്ല ഉറവ അവിടെ കിട്ടുന്നില്ല. ആ വരുന്ന ഉറവയുടെ പ്രത്യേകത, ആമേൻ, വിഷാംശം കലർന്ന ആമേൻ വെള്ളമായതിനാൽ ധാരാളം ആളുകൾ ആ വെള്ളം കുടിക്കുകയും ആ വെള്ളം കുടിച്ച സ്ത്രീകളിൽ നിന്ന് പോലും സംഭവിച്ചത് അവരുടെ ഉദര ഫലങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോയി. ആമേൻ, അവർക്കുണ്ടായ ദൈവിക അനുഗ്രഹങ്ങൾ, ഉദരഫലങ്ങൾ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദുഃഖ ചരിത്രങ്ങളാണ്, ശാപ ചരിത്രമാണ് എരിഹോവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് എലീശ അവിടേക്ക് എത്തുന്നത്. ഞാനിത് പറയുമ്പോൾ മറ്റൊരു ദൂതും കൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ എലീശ ആ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ നിവാസികൾ തന്നെയാണ് ഇങ്ങോട്ട് പറയുന്നത്, ഗുരു, യജമാനനെ, പട്ടണത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരമെന്ന് അങ്ങ് കാണുന്നുണ്ടല്ലോ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ശ്രോതാക്കളെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ സന്തോഷമുള്ള ആളുകളായിരിക്കാം, ചിലർ ദുഃഖത്തോടുകൂടെ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കാം, ചിലർ വേദനയോടുകൂടെ ഇരിക്കുന്ന സാഹചര്യം ആകാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിവിധ നിലയിലുള്ള ജീവിതഭാരത്തോടുകൂടെ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസപ്രദമായ ഒരു ദൈവിക സന്ദേശം ഇപ്പോൾ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കൈമാറുകയാണ്. ആ വാക്കിങ്ങനെയാണ്, പട്ടണത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരമാണ്. ഇന്നെൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ,
നിങ്ങളെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ഇരിപ്പ് വളരെ മനോഹരമാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഇരിപ്പ് വളരെ മനോഹരമാണ്. സമൂഹത്തിൽ ഉന്നതമായ ഭവനത്തിലാണ് ഇരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമേറിയ തലത്തിലാണ് ഇപ്പോൾ ഞാൻ വസിക്കുന്നത്. എന്തുകൊണ്ടും ഏതുകൊണ്ടും എൻ്റെ ഇരിപ്പ് വളരെ മനോഹരമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ കെട്ടിലും മട്ടിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം ഇരിപ്പ് വളരെ മനോഹരമാണെങ്കിലും അതിൻ്റെ മറ്റൊരു അവസ്ഥയെന്ന് പറയുന്നത് ആമേൻ അതിൻ്റെ ഉള്ള് തകർന്നു കിടക്കുകയാണ്. അത് ശ്രോതാക്കളെ, നിങ്ങൾ എന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇരിപ്പ് വളരെ മനോഹരമെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ പുഞ്ചിരിക്കുന്നവരാണ്. ആമേ, നിങ്ങൾ സ്തോത്രം പറയുന്നവരാണ്. ആമേ, നിങ്ങൾ കരമുയർത്തുന്നവരാണ്. നിങ്ങൾ പലതും ദൈവത്തെ ആമേ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരുമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആമേ, നിങ്ങൾ ഈ മനോഹരമായ ഈ തലത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ഉള്ളം തകർന്നു കിടക്കുകയല്ലേ? ഒരു ഉറവ തകർന്നു കിടക്കുന്നത് പോലെ ഈ പട്ടണത്തിൻ്റെ ആഴത്തിൽ ആമേ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഉറവ ശാപത്തിൻ്റെ തലമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ പുറമേയുള്ള രൂപവും ഭാവവും മനോഹരമാണ്, സൗന്ദര്യമുള്ള ആ തലമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ഉള്ളും നാളുകളും വർഷങ്ങളായില്ലേ തളർന്നു പോയിട്ട്, തകർന്നു പോയിട്ട്, കുടുംബ ജീവിതത്തിൽ തകർന്നു പോയിട്ട് നാളുകളായില്ലേ? രണ്ടും തലത്തിൽ ധ്രുവങ്ങളിൽ നിൽക്കുന്നത് പോലെ കുടുംബങ്ങൾ ചിന്ന ഭിന്നമായി പോയിട്ടില്ലേ? അകം തകർന്നു കിടക്കുന്ന കുടുംബത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, ആമേൻ, ഒരു മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുന്നു. പട്ടണത്തിന്റെ ഇരിപ്പ് വളരെ മനോഹരമാ ആമേ, പക്ഷേ അതിൻ്റെ ഉള്ളു തകർന്ന് കിടക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും പറയുന്നു, നീ ചിരിക്കുമ്പോൾ തന്നെ കുഞ്ഞേ നിന്റെ ഹൃദയം ദുഃഖിക്കുകയല്ലേ? ആമേൻ, സ്തോത്രം പറയുമ്പോഴും നിന്റെ ഉള്ളു തകർന്ന് കിടക്കുന്ന അവസ്ഥയല്ലേ? മറ്റുള്ളവരുടെ വിഷയം പറയുമ്പോഴും നിന്റെ അകം തകർന്ന് കിടക്കുകയല്ലയോ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കുഞ്ഞ് നിന്നോട് തന്നെ ചോദിക്കുന്നു. പ്രിയ പിതാവേ, മാതാവേ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറയുകയാ, എൻ്റെ ഉള്ളു കാണുന്ന ഒരുവനുണ്ട്. പലപ്പോഴും പറഞ്ഞു, എൻ്റെ അവസ്ഥ കാണാൻ ആരുമില്ലല്ലോ, എന്നെ അറിയുവാൻ ആരുമില്ലല്ലോ. അറിയേണ്ടവർ പോലും അറിയാതെ വഴിമാറി നിൽക്കുമ്പോൾ ഇന്ന് പകൽ ആമേ പരിശുദ്ധി ആത്മാവിൽ വിളിച്ചു പറയാം, നിന്നെ അറിയുന്ന ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. നസ്രയനാകുന്ന യേശു. ആ യേശുവിലേക്ക് ഇന്ന് പകൽ ഒന്ന് സമർപ്പിക്കപ്പെടുമോ? ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരാൻ പോകുകയാണ്. എലീശയോട് അവർ പരാതി പറഞ്ഞപ്പോൾ, അവരുടെ അവസ്ഥ പറഞ്ഞപ്പോൾ, എലീശ പറഞ്ഞൊരു കാര്യമാണ്, ഉപ്പ് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു പുതിയ തളികയെടുത്ത് അവർ അതിൽ ഉപ്പിട്ട് ആമേൻ എലീശയുടെ കൈകളിൽ കൊണ്ടു കൊടുത്തു. അവൻ അത് ഏറ്റുവാങ്ങിയിട്ട് ആ ഉപ്പെടുത്തിട്ട് ആ ഉറവിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതിനാൽ മലിനവും അശുദ്ധവുമായ ഉറവ ഇപ്പോൾ പഥ്യമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതിപ്പോൾ പഥ്യമാകട്ടെ. നാളുകളും വർഷങ്ങളുമായി കുടിക്കുവാൻ കഴിയാത്ത വെള്ളത്തിൻ്റെ ആമേൻ അരികിലാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെ കുടിവെള്ള പ്രശ്നം ഒരു വഴിമുട്ടി നിൽക്കുകയാണോ? ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടിയും ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞതും ആമേൻ ശുദ്ധീകരിക്കുന്ന ഉപ്പാണ്. കർത്താവേ, ജീവിതത്തിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ആ നന്മയേക്കാൾ ഉപരിയായി തിന്മയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവിത പ്രശ്നത്തെ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. എടാ പിശാചേ, ഇത് ദൈവത്തിൻ്റെ ജനമാ. നിനക്ക് ഈ പ്രിയപ്പെട്ടവരെ തൊടുവാൻ അധികാരമില്ല, അവകാശമില്ല. മാറിപ്പോകുവാൻ നിന്നോട് കൽപ്പിക്കുകയാണ്. ബിസിനസ് നഷ്ടമായവരുണ്ട്. ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ആ ബിസിനസ് അവർക്ക് മടക്കി കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആമേൻ, ജീവിതം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിൽ സന്തോഷം ആമേ തല്ലിക്കെടുത്തിയ കുടുംബങ്ങളുണ്ട്. അവ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് മടക്കി പ്രാപിക്കുവാൻ ഇടയാക്കണമേ.
നാളുകളും വർഷങ്ങളുമായി കുഞ്ഞുങ്ങളെ ആമേൻ അടുത്ത രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട് 1ഉം 2ഉം തലങ്ങളിൽ ആമേൻ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അവരെ വിജയത്തിലേക്ക് ദൈവമേ നടത്തണമേ. കർത്താവേ, ഞങ്ങൾ എന്ത് ചെയ്താലും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് ചിന്തിച്ച ആ സ്ഥാനത്ത് ഇന്ന് വിജയത്തിൻ്റെ തൂലിക ഈ കുഞ്ഞിനു വേണ്ടി, ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും കരകയറുവാൻ കഴിയാതെ ഇന്ന് നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് കരകയറ്റേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൈകാൽ തളർന്ന ആ വ്യക്തിയെ ഞങ്ങൾ ഓർക്കുന്നു. മാനസിക ഡിപ്രഷൻ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടുത്ത കർത്താവേ രോഗത്തിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദൃശ്യനായ ദൈവത്തിന്റെ കരം ദൃശ്യമായി അവരിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരട്ടെ. അങ്ങയുടെ ആത്മാവിനാൽ ഇപ്പോൾ അവരെ സ്പർശിച്ച് അവരുടെ സകല പ്രശ്നങ്ങളെയും എടുത്തു മാറ്റി അവരെ കർത്താവെ നിത്യതയിലേക്ക് നിലനിർത്തുവേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, എല്ലാവിധമായ നന്മകളാൽ അവിടെ നിറയ്ക്കണം. മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ കേൾക്കും ജീവനുള്ള ഞങ്ങളുടെ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പുതിയ ഒരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുക. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മൗണ്ട് മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു. കർത്താവിൽ പ്രശസ്ത ദൈവദാസൻ ബ്രദർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലിരുന്നും മാറ്റി നിർത്തുവാൻ നിങ്ങളെ കരുതുന്നവനും കാക്കുന്നവനുമായി അവൻ കൂടെയിരിക്കുമെന്ന് വാക്കുത്തത്തം തന്നിട്ടുള്ളവനാണ്. ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ. വരിക, നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും 8508789010. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.